കണ്ണാ 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 ചന്തത്തിൽ കണ്ണെഴുതി ചന്ദനപ്പൊട്ടും കുത്തി പൊന്മയിൽ പീലി കുത്തിയ കണ്ണാ നീ വിളയാടൂ ചന്തത്തിൽ കണ്ണെഴുതി ചന്ദനപ്പൊട്ടും കുത്തി പൊന്മയിൽ പീലി കുത്തിയ കണ്ണാ നീ വിളയാടൂ എന്നുള്ളിൽ വിളയാടൂ കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നൂടി ആടൂലേ ഒന്നൂടി ആടൂലേ കണ്ണാ 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 Jum Nam ta Rum ta dhalam Kutaka teko radhe ta Gidata 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 Jum taka jum jum ta Takita ta da ta jum Gidata jum ta 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 num ta 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 rum ta Takita ta da ta Gidata 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 Tarita ta Dhanata ta Drunata ta Dinita ta Da jum Ta ta num Ta ta rum Ta ga dim Ta gidata 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 Ta ta Tarigidata gidata Ta jum dim da ta ta jum nam da ka ta gida jum ta ta dim tum nam ta 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 gida 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 di ta dhana ta 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 gida gida dhana ta ta dhana ta ta dim ta ta ri ta ta dhana ta 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 di ta dhana ta dhana ta de ta gida 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 ta ta dim ta gida gida 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 jum ta gida gida ta gida 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 dim gida 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 dong gida 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 अजित हरे जय माधव कृष्ण
अजित हरे जय माधव कृष्ण अपराधमेंदु ചെയ്തു പാവമീ തോഴൻ अजित हरे जय माधव कृष्ण മലയാളത്തനിമ വിളങ്ങും നാട് മേളത്തിൻ പെരുമയൊരുങ്ങും നാട് നളചരിത സ്മൃതികൾ ഉണർത്തി സ്വരമധുരം നെഞ്ചിലൊഴുക്കി കഥകളിതൻ മുദ്ര വിടർത്തി കളിയാടും കലയുടെ വീട് മലയാളത്തനിമ വിളങ്ങും നാട് മേളത്തിൻ പെരുമയൊരുങ്ങും നാട് നളചരിത സ്മൃതികൾ ഉണർത്തി സ്വരമധുരം നെഞ്ചിലൊഴുക്കി കഥകളിതൻ മുദ്ര വിടർത്തി കളിയാടും കലയുടെ ഭോഗാനോദ്ധാവ മുരന്തു ഭാവുകബുദ്ധി നീയന്തു ഭോഗാനോദ്ധാവ മുരന്തു ഭാവുകബുദ്ധി നീയന്തു ഗരി 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 ഗ പമഗരിസ ഗരി 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 ഗ പമഗരിസ ഗരി 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 ഗ പമഗരിസ നീസ ഗരി ഗരി ഗ പമഗരിസ ഗരി 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 ഗ പമഗരിസ ഗരി 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 ഗ പമഗരിസ ഗരി 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 ഗ പമഗരിസ നീസ ഗരി ഗരി ഗ മലയാളത്തനിമ വിളങ്ങും നാട് മേളത്തിൻ പെരുമയൊരുങ്ങും നാട് നളചരിത സ്മൃതികൾ ഉണർത്തി സ്വരമധുരം നെഞ്ചിലൊഴുക്കി കഥകളിതൻ മുദ്ര വിടർത്തി കളിയാടും കലയുടെ കളിയാടും കലയുടെ കളിയാടും കലയുടെ
നമസ്കാരം. ലോകമെമ്പാടുമുള്ള ടോപ്പ് സിംഗറിന്റെ പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ വിഷുദിന ആശംസകൾ. സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും മധുരം നിറഞ്ഞ ഈ വിഷുദിനം നിങ്ങൾക്കേവർക്കും ഓർമ്മയിലെ ഏറ്റവും പ്രിയങ്കരമായ ഒരു വിഷുദിനമായിരിക്കും. ഇന്നലകളുടെ നനുനനുത്ത ഓർമ്മകൾ താലോലിച്ച് വിഷുക്കണി ഒരുക്കിയും വിഷു സദ്യ ഉണ്ടും ഹൃദയം നിറയെ സ്നേഹം പങ്കുവച്ചും ഒരു വിഷുദിനം കൂടി ഇതാ എത്തിയിരിക്കുന്നു. ഈ വിഷുദിനത്തിൽ ആഘോഷത്തിന്റെ വിരുന്നൊരുക്കാൻ ഇതാ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. വിഷു പക്ഷി പാടുമ്പോൾ എന്ന മനോഹരമായ ഈ ഇവന്റിലേക്ക് ഒരിക്കൽ കൂടി നമ്മളുടെ എല്ലാ സംഗീത പ്രേമികൾക്കും ടോപ്പ് സിംഗറിന്റെ എല്ലാ ആരാധകർക്കും സ്വാഗതം. ശരത്തെ, എന്തോ ഈ ഡ്രസ്സ് സൂപ്പർ ആയിട്ട്. താങ്ക് യു. ഇത് ഓൺലൈനാണോ അതോ? സീതയാണ് ഇതിൻ്റെ പിന്നിൽ. അതെ. അപ്പോൾ എല്ലാവർക്കും വിഷുദിന ആശംസകൾ ആദ്യമായിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നു അത് ഒരു വർഷം മുഴുവൻ പ്രതിഫലിക്കും എന്നാണ് കേട്ടറിവ്. അപ്പോൾ എല്ലാവരും ഇന്ന് സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുക. സന്തോഷം. കാര്യം വിഷുവം എന്ന വാക്കിൽ നിന്നാണ് വിഷു എന്ന വാക്ക് ഉണ്ടായിരിക്കുന്നത്. വിഷുവം എന്ന് പറഞ്ഞാൽ തുല്യമായത് എന്നാണ്. കാര്യം നമ്മുടെ പകലിൻ്റെയും രാത്രിയുടെയും ദൈർഘ്യം വ്യത്യാസം ഉണ്ടാവും പലതും. പക്ഷെ ഇന്നത്തെ ഈ ദിവസത്തിന് ഈക്വലാണ്. കാര്യം പകലും രാത്രിയും ഈക്വലാണ്. അതാണ് വിഷു ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ കൃത്യമായിട്ട് സൂര്യൻ വരുന്ന ഒരു ദിവസവും കൂടാണ് വിഷു. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് അടിച്ചു പൊളിക്കാം. അണ്ണാച്ചി കുറേ നല്ല പാട്ട് കേൾക്കാം. അത് തന്നെ. അത് മാത്രമല്ല അണ്ണാച്ചി, എന്തെങ്കിലും വിഷുക്കൈ നീട്ടം നമുക്ക് കിട്ടിയാലേ നമുക്കൊരു ഇതുള്ളൂ. അത് ഉറപ്പാണ്. അത് ഞങ്ങൾ അണ്ണനിൽ നിന്ന് പ്രതീക്ഷിക്കും. നമ്മളെല്ലാം ചെറുതായതുകൊണ്ട്. പിന്നെ തീർച്ചയായിട്ടും. പിന്നെ മധുവിനെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. മധു ഇതാ ഇവിടെ വന്ന് ആ കസലിരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഒരു സുന്ദരൻ, സുമുഖൻ, സുശീലൻ. ഹാപ്പി വിഷു മധു. ഹാപ്പി വിഷു ശരത്തേട്ടാ, ശ്രീകുണേട്ടാ. എല്ലാവർക്കും നമ്മുടെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. കണിക്കൊന്നയും കൈനീട്ടവുമായി വീണ്ടും ഒരു വിഷു വന്നിരിക്കുകയാണ്. കുറച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷം ഞാനും വീണ്ടും ടോപ്പ് സിംഗറിലേക്ക് വന്നിരിക്കുകയാണ്. താങ്ക് യു മധു. താങ്ക് യു സോ മച്ച്. സോ എന്താണ് വിഷു? മൃദുല വാര്യർ. ഒരുപാട് സന്തോഷമുണ്ട് സർ. ആദ്യമായിട്ടാണ് ടോപ്പ് സിംഗറിൻ്റെ കൂടെ വിഷു ആഘോഷിക്കുന്നത്. ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവർക്കും, നമ്മുടെ ടോപ്പ് സിംഗറിൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ് വിഷു ആശംസിക്കുന്നു. നമ്മുടെ കൂടെ ഇത്രയും നേരം സഹകരിച്ച എല്ലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും ഒരുപാട് നന്ദി. വിഷു ആശംസകൾ. എല്ലാവർക്കും ഈ വർഷം നല്ലത് വരുത്തട്ടെ എന്ന് ഞാൻ സർവശക്തനോട് പ്രാർത്ഥിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. കണിക്കൊന്നയുടെ വിശുദ്ധി പോലെ ഏവരുടെയും ജീവിതവും തിളങ്ങട്ടെ. കൈ നിറയെ കൈനീട്ടവും മനം നിറയെ വിഷു ഓർമ്മകളുമായി ഈ ദിനം നിങ്ങൾ എന്നും ഐശ്വര്യം നിറയ്ക്കട്ടെ. സമൃദ്ധിയും സന്തോഷവും ആരോഗ്യവും നിറയട്ടെ. വിഷുദിനത്തിൽ മനം നിറയ്ക്കാൻ പാട്ടിന്റെ ചിരിയുടെ കണിയും കൈനീട്ടവുമായി കുഞ്ഞു കുറുമ്പുകൾ ഇതാ ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. വിഷുപക്ഷി പാടുമ്പോൾ എന്ന ഈ മനോഹരമായിട്ടുള്ള ഉത്സവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹസ്വാഗതം. ഉത്സവ രാവിലേക്ക് ഒരു മനോഹര ഗാനവുമായിട്ട് ആൻകുട്ടി, ദേവനന്ദ ആൻഡ് ഹനൂന എത്തുന്നു. വെൽക്കം. అభినయ
ರಾಜ ಗೋಕುಲ ಬಾಲ ಕೋಟಿ ಪ್ರಕಾಶ ವಿರಗ ನರಗ ಶ್ರೀ ರಕ್ಷಕಮಾಲ ಎತ್ತನೆ ಮುರೆ ನಾನಂಗಿಚ್ಚಾವೆ ಎತ್ತವನೇನೆ ಆಡ್ಕೊಳ್ವಾಯ சூடிய வாடல சூடிய வாக்கல வாடிய செந்தக ரொம்பத்தா பூதகியாக பணித்திடுவாய பார்வை விரகம் பருகிடவாய ஆயர்தம் மாயா நீவா ஆயா மாயா ஆயர்தம் மாயா நீவா ஆயா மாயா ஆயர்தம் மாயா நீவா ஆயா மாயா வா உன்னை காணாத நான் என்று நான் இல்லை விதையில்லாமல் வேறில்லை உன்னை காணாத நான் இன்று நான் இல்லை விதையில்லாமல் வேறில்லை மாயத் திருடன் கண்ணா கண்ணா காமக்கலிடன் கண்ணா கண்ணா மாயத் திருடன் கண்ணா கண்ணா காமக்கலிடன் கண்ணா கண்ணா காணாத நான் இன்று நான் இல்லை விதையில்லாமல் வேறில்லை நீதம் காண்கின்றவன் கூட நிஜமல்ல இதம் சேர்க்கும் கனா கூட சுகமல்ல நீ இல்லாமல் நான் இல்லை உன்னை காணாமல் உன்னை காணாமல் உன்னை காணாமல் உன்னை காணாமல் கமகை தானே தமக கமகரிகரிச உன்னை காணாது பின் நெஞ்சு தடமாறுதே விதையில்லாமல் வேறில்லை நளின மோக ಶ್ಯಾಮಳ ರಂಗ ಹಿಡಿದಿನ್ನ ನಡಿನ ಭಾವ ಶ್ರುತಿಲರಂಗ திருதீந்தில் நான் சரிவர தூங்காத வாடு வாடும் தினம் உனக்காக ஏங்கும் ராதா தான் உனக்கொரு ராதா தான் உனக்கொரு ராதா தான் கிருடி கிருடி கிருடிதா கிருடி ததக்கிடத்தகதா ததக்கிடத்தகதா ததக்கிடத்தக தான அவ்வாறு நோக்கினார் எவ்வாறு நானுவே கண்ணாடி முன் நின்று பார்த்து கொண்டேன் உன் கூட சேர்ந்திட ஒரு 100 நாடகம் ஒத்திகை செய்து எதிர்பார்த்து கொண்டேன் எதிர்பாராமலே அவன் எதிர்பாராமலே
ഡാൻസേഴ്സ് എക്സലൻ്റ് ആയിരുന്നു. ആ സിനിമ കണ്ടതുപോലെ തന്നെ ഇരുന്നു. ശങ്കർ മഹാദേവൻ അല്ലേ ആ ടീമിൻ്റെ മ്യൂസിക്കാണ്. നല്ലൊരു പാട്ടാണ്, എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടാണ്. നിങ്ങൾ 3 പേരും അസലായിട്ട് പാടിയിട്ട് ബ്യൂട്ടിഫുൾ ആയിരുന്നു. ബ്യൂട്ടിഫുൾ. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. മക്കളെ, ഉഗ്രം പാട്ട്. നിങ്ങൾ ഈ ഫിലിം കണ്ടിട്ടുണ്ടോ? 3 തരുണികൾ. അത് കാണണം. കാണണ്ടേ? വിശ്വരൂപം സിനിമ കാണണ്ടേ? കമലഹാസൻ ചെയ്തിരിക്കുന്ന ഈ പാട്ടിന് ചെയ്തിരിക്കുന്ന ഓരോ മൂമെന്റ്സും അസാധ്യം. അതിന്റെ ടോട്ടൽ ഫിലിം ഫാന്റാസ്റ്റിക് മേക്കിംഗ്. അവർ കാണണം നിങ്ങൾ കേട്ടോ. സദ്യയൊക്കെ കഴിച്ചോ ഡാൻസേഴ്സ്? അവരുടെ മുഖം കണ്ടാ അറിയാം. നിങ്ങൾ ഇനിയിപ്പോ അത്താഴവും കൂടെ കഴിക്കും. ഓടിക്കോ, പൊക്കോ. താങ്ക് യു. ഹായ് ഹനുനക്കുട്ടി, ദേവനന്ദക്കുട്ടി ആൻഡ് ബെൻസൺ. എല്ലാവർക്കും സുഖമല്ലേ? കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും കാണുകയാണ് അല്ലേ? എന്തൊക്കെയാ പരിപാടി? വിഷുവായിട്ട് ഇതൊക്കെ തന്നെയാണോ? ഹനുനക്കുട്ടിയുടെ ഈദ് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായി പോയി. എന്തൊക്കെയായിരുന്നു സ്പെഷ്യൽ? സ്പെഷ്യല് പിന്നെ നമ്മുടെ ബിരിയാണിയും പായസവും. എന്തായാലും കലക്കി. അപ്പൊ ഇതുപോലെ തന്നെ വിഷുവും ഗംഭീരാവട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും വിഷു അടിച്ചു പൊളിക്കൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. താങ്ക് യു. ഹനൂന, ദേവനന്ദ ആൻഡ് 3 പേരും നല്ല സുന്ദരി മണികളായിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. എന്തായാലും നമുക്ക് അടിച്ചു പൊളിക്കാം. ഇനിയും ഒരുപാട് പാട്ടുകൾ കേൾക്കാനിരിക്കുന്നു. നിങ്ങളുടെ പാട്ടും ഒത്തിരി ഞങ്ങൾ എൻജോയ് ചെയ്തു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു.
പാടുമ്പോൾ എന്ന ഈ മെഗാ ഉത്സവത്തിൽ നമ്മുടെ പ്രേക്ഷകർക്കും നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് ഇന്ന് നമ്മുടെ കൂടെ. ആരാണെന്ന് അറിയണ്ടേ? കാണാം. ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമതലയമായി മാറിലിടയും മാരകേളി ലാലസാവേഗം നീലനിലാക്കുളിരിലുലാവും നെയ്യാമ്പൽ പൂങ്കനവായി നീ നിന്തളങ്ങൾ കൺ തുറക്കെ കാമനുണർന്നല്ലോ. ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമതലയമായി മാറിലിടയും മാരകേളി ലാലസാവേഗം ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമതലയമായി. ഹാപ്പി വിഷു. നമസ്കാരം ഭവന. നമസ്കാരം. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. എന്തൊക്കെയുണ്ട് പിന്നെ? ഇപ്പൊ എവിടെ താമസം? എവിടാണ്? ഞാൻ ബാംഗ്ലൂരും തൃശ്ശൂരും ആയിട്ടൊരു ഷട്ടിൽ കളിയിലാണ്. അവിടെ കുറച്ച് ഇവിടെ കുറച്ച് അങ്ങനെ അങ്ങനെ. അതെ. അപ്പൊ ഇത്തവണത്തെ വിഷു എവിടാണ്? ഇവിടാണോ? അതെ. പുതിയ പടം റിലീസ് ആവാൻ പോകുന്നത് നെക്സ്റ്റ് മന്ത് ആണ്. നടിക്കർ എന്ന് പറഞ്ഞിട്ട് ജീൻ ഡയറക്ട് ചെയ്യുന്ന മൂവി മെയിലാണ് റിലീസ്. എന്തായാലും ഉടനെ ഒരു റിലീസ് ഉണ്ട്. അതെ 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 അതെ. സുഖമാണല്ലോ. സുഖമായിട്ടിരിക്കുന്നു. കുറെ നാളായി കണ്ടിട്ട്. അതെ. എപ്പം ഭാവന എന്നെ കണ്ടാലും പറയുന്ന ഒരു കാര്യം, ഇപ്പൊ ശരത്തേട്ടനെ കൊണ്ട് സംസാരിച്ചോണ്ടിരുന്നേ ഉള്ളു, ചുമ്മാ. അല്ലാതെ അങ്ങനെയല്ല. നമ്മൾ ഈ പ്രോഗ്രാമിന് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് പറയില്ലേ പേര്. അപ്പൊ എന്തെങ്കിലും ആരെങ്കിലും ഒരു ആണോ അന്ന് ശരത്തേൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമോ അങ്ങനെ പറയുമോ ഞാൻ അന്വേഷണം പറയോ അങ്ങനെയൊക്കെ പറയും. അതാണ് ഞാൻ വന്ന് പറയുന്നത്. ചുമ്മാ. അതാരാണ്? പെണ്ണുങ്ങളാണോ ആണുങ്ങളാണോ? അതാണ് നമുക്ക് അറിയേണ്ട ഒരു വിഷയം. രണ്ടുപേരും ഉണ്ട്. അതാണ്. എന്തൊക്കെയാലും ഭാവന കണ്ടതിൽ കുറെ സന്തോഷം. താങ്ക് യു. ഞാൻ ഈ അടുത്ത് ഭാവന അത് കന്നഡ പടമാണല്ലേ? കന്നഡ. അത് കണ്ടു. താങ്ക് യു. വെരി ഗുഡ്. അതിൽ യു ആർ ലുക്കിംഗ് വെരി ഗുഡ്. ഞാൻ വൈഫ് അത് സംസാരിച്ചോണ്ടിരുന്നത് കണ്ടതിൽ കുറെ സന്തോഷം. എല്ലാ നന്മയും ഉണ്ടാവട്ടെ. ഇനി നല്ല പടങ്ങൾ ചെയ്യൂ. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഹായ് ഭാവന. ഹാപ്പി വിഷു. ആദ്യം തന്നെ ഹാപ്പി വിഷു. കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും ഈ വേദിയിൽ കണ്ടു. മുമ്പ് കണ്ടതും ടോപ്പ് സിംഗറിന്റെ വേദി തന്നെയായിരുന്നു. അതെ അതെ. കുറെ നാളായി. അതെ 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 അതെ. എല്ലാവരും സുഖമായിരിക്കുന്നു. ഭാവനയുടെ ഒരു കസിൻ എന്റെ വളരെ അടുത്ത ഫ്രണ്ടാണ് രാജേഷ്. അതെ അതെ അതെ. അപ്പൊ വിശേഷങ്ങളൊക്കെ അറിയാറുണ്ട്. അതെ അതെ അതെ. എന്തായാലും വളരെ സന്തോഷം ഭാവന. ഹായ് ഭാവന. ഒത്തിരി സന്തോഷം ഭാവനയെ കുറെ നാൾക്ക് ശേഷം കണ്ടതില്. ഭാവനയെ കുറിച്ച് എപ്പോഴും ആലോചിക്കുന്ന സമയത്ത് നമ്മുടെ ആ ഓസ്ട്രേലിയ ട്രിപ്പ് ആക്ച്വലി ഇവിടെ പറയാനുള്ളത് മൃദുല ഞാനായിട്ട് അല്ല കൂടുതൽ കണക്ഷൻ എന്റെ അമ്മയായിട്ടാണ്. അമ്മയായിട്ട് ഞാൻ പറയാൻ വരുമായിരുന്നു. എപ്പോഴും അമ്മയുടെ അടുത്താണ് കൂടുതലും എപ്പോഴും സംസാരിക്കും. അപ്പൊ മൃദുലയുടെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയാം. തൃശ്ശൂർക്കാരി ആയതിനു ശേഷം കൂടുതൽ ടച്ചിലുണ്ട്. ബിക്കോസ് ഞങ്ങൾ ഒരു ഓസ്ട്രേലിയൻ ട്രിപ്പ് കൂടെ പോയിട്ടുണ്ട്. സോ അങ്ങനെ എല്ലാവരും ക്ലോസ് ആയി. അതെ, നല്ല സന്തോഷം ഇപ്പൊ വീണ്ടും കാണാൻ സാധിച്ചതിൽ. താങ്ക് യു മൃദുല. ഹാപ്പി വിഷു. താങ്ക് യു. സെയിം ടു യു. താങ്ക് യു. ഭാവന വിഷു പക്ഷി പാടുമ്പോൾ എന്ന ഒരു മെഗാ ഇവൻ്റാണ് നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്ക് നൽകാൻ പോകുന്നത്. ഭാവനയുണ്ട് കൂട്ടത്തിൽ. നമ്മളൊരു പാട്ടൊക്കെ പാടുന്നുണ്ട്. മലയാളികൾ എന്നോട് ക്ഷമിക്കില്ല. വിഷുവിന് TV ഓൺ ചെയ്യുമ്പോൾ ഞാൻ പാട്ട്. മലയാളികൾക്ക് തീർച്ചയായിട്ടും ഭാവന കൊടുക്കുന്ന ഒരു സംഗീത വിരുന്നായിരിക്കും അത്. എന്തായാലും കാത്തിരുന്ന് കാണും. വരൂ പ്ലീസ്. വെൽക്കം. താങ്ക് യു.
കരുണ ചെയ്വാനെന്തു താമസം കൃഷ്ണ കരുണ ചെയ്വാനെന്ത് താമസം കൃഷ്ണ കരുണ ചെയ്വാനെന്ത് താമസം കൃഷ്ണ കരുണ ചെയ്വാനെന്ത് താമസം കൃഷ്ണ കരുണ ചെയ്വാനെന്ത് താമസം കൃഷ്ണ കഴലീന കൈ തൊഴുന്നീ ഹരി കഴലീന കൈ തൊഴുന്നീ കൃഷ്ണ ശരണാഗതന്മാർക്കിഷ്ട വരദാനം ചെയ്തു ചെമ്മേ ശരണാഗതന്മാർക്കിഷ്ട വരദാനം ചെയ്തു ചെമ്മേ ഗുരുവായൂരം തന്നിൽ ഗുരുവായൂരം തന്നിൽ മരുമാക്കില ദുരിതഹരണ ഭഗവൻ ഗുരുവായൂരം തന്നിൽ മരുമാക്കില ദുരിതഹരണ ഭഗവൻ കരുണ ചെയ്വാനെന്തു താമസം കൃഷ്ണ കഴലീന കൈ തൊഴുന്നീ കൃഷ്ണ ഉരുതര ഭാവസിന്ധോ ദുരിത സഞ്ജയമാകും ഉരുതര ഭാവസിന്ധോ ദുരിത സഞ്ജയമാകും തിരതന്നി മരതീക്കവലംബം മരതകമണിവർണ്ണൻ ഹരി തന്നെ എന്നു താവ മരതകമണിവർണ്ണൻ ഹരി തന്നെ ഇന്നു തവ ചരിതവന്ദനങ്ങളിൽ തവ ചരിതവന്ദനങ്ങളിൽ തവ ചരിതവന്ദനങ്ങളിൽ
കനിവാനതോ താമസം കൃഷ്ണ കഴലീന കൈ തൊഴുന്നീ കൃഷ്ണ ഈ ഉത്സവവേദിയിൽ കൈനിറയെ വെണ്ണ തരാം എന്ന മനോഹരമായ ഗാനവുമായിട്ട് നമ്മുടെ ഭദ്രക്കുട്ടിയും താരക്കുട്ടിയും എത്തിയാണ്. നമുക്ക് വിളിച്ചാലോ? വെൽക്കം. താരക്കുട്ടി ഭദ്രക്കുട്ടി, ഭദ്രക്കുട്ടി താരക്കുട്ടി. ഹാപ്പി വിഷു, ഹാപ്പി വിഷു. ഹാപ്പി വിഷു, ഹാപ്പി വിഷു, ഹാപ്പി വിഷു. ദേ ഇവിടെ 2 പേര് പുതുതായിട്ട് വന്നിട്ടുണ്ട്. ഭാവന ആന്റീനെ എനിക്ക് ഇഷ്ടം. ഞാൻ ഹോസൈന പാട്ടില് നമ്മൾ പാടിയിരുന്നു ഇവിടെ. അന്ന് പാടിയിട്ടില്ലേ? ആന്റി അതിൽ അഭിനയിച്ചതല്ലേ? അതെ അതെ. ആന്റീനെ ഇഷ്ടം ഞാൻ പറഞ്ഞതില്. ആണോ? താങ്ക് യു. ഇതാരാ? മഞ്ഞ കെട്ടിരിക്കുന്നു, മീശയില്ലാത്ത കഴിഞ്ഞ സീസണിലുള്ളത്. അവര് ഇപ്പോഴും അതിന്റെ ഡിസ്കഷനിൽ ഏതിനാണ്? കൂടുകളുള്ള സമയത്തില്ലേ? മലയാള സിനിമയിലെ പ്രശസ്ത പിന്നണി ഗായകനാണ് മധു ബാലകൃഷ്ണൻ. മധു അങ്കിൾ. മധു അങ്കിൾ. രണ്ടുപേരും കൂടെ ചേർന്ന് വിളിച്ചേ. 1 2 3 4. മധു അങ്കിൾ, മധു അങ്കിൾ. ആ എല്ലാം 2 തവണയാ. മക്കളെ ഏത് പാട്ടാ പാടുന്നേ? കൈ നിറയെ വെണ്ണ തരാം. ആ സൂപ്പർ. നമ്മള് രണ്ടാളും കൂടെ പാടുവയാ. അതിന് പല്ലില്ല. ഫസ്റ്റ് പാടിയാലേ മുഴുവൻ കാറ്റായിരിക്കും. ചിരിക്കുന്നുണ്ട്. സാധാരണ നമ്മളൊക്കെ ചിരിക്കുമ്പോ അന്നൊരു സൗണ്ട് വരും. ഇത് ശബ്ദം ഭദ്രയ്ക്കെന്ന് പറയാൻ ചിരിക്കുമ്പോ ചിരി വരും. അതിന് മുമ്പ് വരെ ഭയങ്കര ശബ്ദം. സൈലൻസറും എല്ലാം വെച്ചിട്ടുണ്ടോ മോളെ? നമ്മളെ പേടിപ്പിക്കരുതേ വിഷുവായിട്ട്. പാടാൻ നോക്ക്. ശരി, ഓൾ ദ ബെസ്റ്റ് മക്കളെ. ഓൾ ദ ബെസ്റ്റ്. യെസ് യെസ്. കൈ നിറയെ വെണ്ണ തരും. വെണ്ണ ഇപ്പൊ വരും. കവിളിലൊരുമ്മ തരാം കണ്ണൻ
ശ്രീഹരി മോനെ, സാർ അല്ല അനുഗ്രഹിക്കാവൻ. ഹാപ്പി വിഷു. ഹാപ്പി വിഷു മോനെ. ഒരുപാട് ഇഷ്ടപ്പെട്ടു മോന്. സത്യം പറഞ്ഞാൽ ശരിക്കും കൃഷ്ണന്റെ ഒരു രൂപം പോലെ തന്നെ തോന്നി. താങ്ക് യു അത് സാർ. അതിമനോഹരമായിട്ട് പാടുകയും ചെയ്യട്ടോ. താങ്ക് യു സാർ. അസാധ്യമായിരുന്നു. പിന്നെ ആ ഓടക്കുള്ളിൽ നിന്ന് പിടിവിടാതെ നിന്ന എനിക്ക് ഷൂട്ട് കൃഷ്ണനെ നോക്കി ഇങ്ങള്. അയ്യോ ഞാൻ ചെരുപ്പൂരാ മറന്നുപോയി. അത് കുഴപ്പമില്ല മക്കളെ. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ആ ഷൂ അവിടെ ഊരിയിട് ചെല്ല്. എന്നിട്ട് ശരിക്കുള്ള കൃഷ്ണനായിട്ട് വാ. ഇപ്പൊ എങ്ങനുണ്ട്? ഇപ്പൊ വെയിലും ചൂടും ഒക്കെ അല്ലേ, അപ്പൊ നമ്മുടെ ചെരുപ്പിടണ്ടേ. ചെറുപ്പെട്ട് വന്നാ നന്നായിട്ട് പാടി. ഭദ്ര നന്നായിരുന്നു കേട്ടോ. ടോട്ടലി ഇത് കാണാൻ അതിമനോഹരമായിരുന്നു. കാരണം വേറൊന്നുമല്ല, ഒരിക്കലും അപ്രതീക്ഷിതമായിട്ടാണ് ഈ പാട്ടിന്റെ ഇടയിൽ ശ്രീഹരിയുടെ എൻട്രി. അത് ഗുരുവായൂരപ്പൻ ഇങ്ങനെ സാക്ഷാൽ ഗുരുവായൂരപ്പൻ ഇങ്ങനെ വരുന്നത് പോലെ തന്നെ തോന്നി. പക്ഷെ പിന്നാണ് ഞാൻ ശ്രദ്ധിച്ച ആ ചെരുപ്പ്. സാരമല്ല പോട്ടെ. കുട്ടികളുടെ അടുത്ത് കൃഷ്ണൻ ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല, ക്ഷമിക്കും. അതുകൊണ്ട് ഞങ്ങൾ കൃഷ്ണന്റെ അടുത്തും ക്ഷമിച്ചിരിക്കുന്നു. അതെ, ചെരുപ്പിട്ടത് കുഴപ്പമില്ല. റെയിൻബോ ഇഷ്ടാണോ? മഴവില്ലേ? എന്റെ കാലിലുണ്ടത്. കാണിക്കേ. അയ്യോ റെയിൻബോ ഞെട്ട് നിങ്ങള്. മോളെ എന്നാ അത് ഒരു കൈ പിടിച്ചൂടെ? എങ്ങനെയല്ല നാട്ടുകാർ കാണും. അത് ഗോൾഡാണോ? അയ്യോ, നിങ്ങളൊക്കെ ഇങ്ങനെ ഞെട്ടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊരു വഴിയായി പോകും കേട്ടോ. നമ്മളൊക്കെ വയസ്സായിരിക്കാം മാത്രമല്ല ഗോൾഡിനൊക്കെ ഇപ്പൊ എന്തൊരു വിലയാ. കൃഷ്ണ കുറെ സന്തോഷം മക്കൾ. ഈ ആ പുല്ലാങ്കോടിൽ പിടിച്ച ഒരു ആധാരം പിടിക്കുന്ന പോലെ ആയിപ്പോയി. അതെ, നമ്മൾ പാടുമ്പോ അവസാനം നീ ഇങ്ങനെ പിടിച്ച എന്തിനാ? ഞങ്ങളുടെ തലയിലെറിയാനോ? എന്താണ് അതിന്റെ? അതല്ല, ഓടക്കൊള്ളി നീ എങ്ങനെ വായിച്ചത്? ഇങ്ങനെ ചൊറിഞ്ഞു. എടാ ഇങ്ങനെയാണോ അവിടെ വായിക്കുന്നത് ഓടക്കൊള്ളി? ഇത് ഇങ്ങനെയാണ് തിരിച്ച്. മക്കളെ ഇങ്ങോട്ട് തിരിച്ചു പിടിക്കണ്ടേ? ഈ കൈ ഇങ്ങനെ. അയ്യോ ഇങ്ങനല്ല മക്കളെ, അത് മറ്റേ അടുപ്പിൽ ഊതാൻ നേരത്തെ ഇങ്ങനെ പിടിക്കുന്നത്. അതെ, ഇങ്ങനെ അരി വേവാൻ നേരത്താ മോനെ ഇങ്ങനെ പിടിച്ചത്. മക്കളെ ഇങ്ങനെ കൊടുത്തരെ മൈക്ക് വാങ്ങിച്ചു. ചേച്ചിക്ക് എന്ത് തോന്നുന്നു? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ മോനും നന്നായിട്ടുണ്ടായിരുന്നു. താങ്ക് യു. ഷൂസ് ഇട്ടിട്ട് നന്നായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ സീരിയസ് ആയിട്ട് പറയുന്നെങ്കിലും ഞങ്ങൾ അവിടെ സംസാരിച്ചോണ്ടിരുന്നപ്പോ ഞങ്ങൾ നേരെ നോക്കിയിരിക്കുന്നതാണ്. അപ്പൊ സൈഡിൽ നിന്ന് ഭയങ്കര ഒച്ച ഒരു ഏങ്ങല്. ഞാൻ നോക്കുമ്പോ ഈ ചേച്ചിക്ക് ചിരി നിർത്താനാവുന്നില്ല. ആ ഭാവനല്ലേ ഏങ്ങലടിച്ചാ ചിരിക്കുന്നത്. എനിക്ക് കൃഷ്ണൻ വന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുക, പക്ഷെ അവര് ഭയങ്കര ഡിസ്കഷനിലായിരുന്നു അവിടെ. അതെന്താന്ന് എനിക്കറിയില്ല, അവര് ഭയങ്കര എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു, നല്ല ആക്ടായിരുന്നു, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു 3 പേരും. ഭദ്രയും താരയും നമ്മുടെ ഹരിക്കുട്ടനും കാലക്കി അസലെ ഒരു സർപ്രൈസ് ആയിട്ട് നമ്മുടെ ഹരിക്കുട്ടൻ കയറി വന്നപ്പോ സന്തോഷായി കേട്ടോ. ഉഗ്രനായിരുന്നു. അല്ലെങ്കിൽ ഹരിക്കുട്ടനെ കാണുമ്പോ ഒരു കൃഷ്ണന്റെ പോലെ തോന്നാറുണ്ട്. താങ്ക് യു സാർ. വികൃതി ഉണ്ടോ കൃഷ്ണന്റെ പോലെ? അങ്ങനെ വലുതായിട്ട് പണ്ടത്തെ മാതിരിയൊന്നുമില്ല. അല്ല മക്കളെ, നീയല്ലേ പറഞ്ഞ ഞാൻ മെച്ചുവേർഡാണ് ഇപ്പോ. എന്റെ സ്വഭാവം എല്ലാം അതിനകത്തും ആ മെച്ചുവറിറ്റി കാണിക്കാറുണ്ടെന്ന്. പക്ഷെ ഞാൻ പഴം തിന്നൂല കേട്ടോ, ഞാൻ പഴം തിന്നൂല. അല്ല, ഇപ്പൊ സാർ ഇപ്പൊ വന്ന് ചിലപ്പോ പഴത്തിലേക്ക് എത്തും. അതാ ഞാൻ ഒന്നും എത്തിയില്ലല്ലോ മോനെ. വിഷുവായിട്ട് അതിനു മുമ്പേ മുൻകൂർ ജാമ്യം എടുത്തതാണ്. എന്തെങ്കിലും ബാക്ക് സ്റ്റോറി ഉണ്ടോ? അവൻ 1 കൊല പഴം വേണം ഒരു ദിവസം. 1 കൊല പഴവും ഒരു 2 കിലോ ബിസ്ക്കറ്റും മാറ്റി. ഇനിയിപ്പോ 2 കിലോ വെണ്ണ മതി. വെണ്ണ മതി. അപ്പൊ ഒരു കാര്യം ചെയ്യാം, സംഭവം കലക്കി. താങ്ക് യു. ഓ, ഈ വിഷു ദിനം അണ്ണാച്ചി എന്താണ് വേണ്ടേ? കൃഷ്ണന്റെ സാന്നിധ്യം വേണ്ടേ? തീർച്ചയായിട്ടും വേണ്ടേ? ഭാവന എന്ത് പറയുന്നു? കൃഷ്ണന്റെ സാന്നിധ്യം വേണം. അപ്പൊ കൃഷ്ണൻ ഒരു കാര്യം ചെയ്യും. ഞാൻ ഇനി ഒരിക്കലും മോനെ ഹരി എന്നൊന്നും വിളിക്കത്തില്ല. ഹരി കറക്റ്റാണ്, കൃഷ്ണനാണ്. അപ്പം ഒരു കസേര ഇട്ടുതരാം. കൃഷ്ണന്റെ സാമീപ്യം ഇവിടെ തന്നെ ആയിക്കോട്ടെ, ഇത് തീരുന്നത് വരെ. വിഷുപക്ഷി പാടുമ്പോൾ നല്ല ഈ ഇവന്റ് തീരുന്നവരെ കൃഷ്ണന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിക്കോട്ടെ. ആ ചെരുപ്പിന്റെ അടുത്ത്, ആ ഷൂവിന്റെ അടുത്ത്. ചേച്ചിയോ? മീനൂട്ടി, നമ്മുടെ കൃഷ്ണനെ കണ്ടപ്പോഴേ ഈ കൃഷ്ണനെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ കണി വെക്കാന്ന് തോന്നിപ്പോയി. അത്രയ്ക്ക് ഐശ്വര്യം. കറി വെക്കാമെന്ന് ഞാൻ അങ്ങനെ പറയോ? ഇല്ല, ഭാവന ആന്റി ആവശ്യമില്ലാത്തവരെ കൊണ്ട് ഉമ്മ വാങ്ങിക്കത്തേ ഇല്ല. ഞാൻ ഉമ്മ കൊടുക്കണമെന്നാണോ പറഞ്ഞത്? അവര് തരുന്നാണോ?
അവര് വന്ന് പകർത്തി തരും. തന്നൂടെ? അവർ ബാങ്കിൽ പൈസ ഒക്കെ ഇടുന്നോണ്ടാ വന്ന് തരും. ഇൻവെസ്റ്റ് ചെയ്ത് തരും. വരും ഇങ്ങോട്ടോ. വിഷു കാരണം അത് വലിയ തീരുമാനമൊന്നും ആയിട്ടില്ല, വെറുതെ ചോദിച്ചു നോക്കിയതാ. വിഷു ആയിട്ട് ശരത്തങ്ങളുടെ ഒരു വിഷു സ്പെഷ്യൽ സോങ് കേൾക്കണ്ടേ നമുക്ക്? സോ വെൽക്കം ശരത്തങ്കിൾ. കൊന്ന പൂക്കളിൽ നിന്റെ കിങ്ങിണി നറും മന്ദാര പുഷ്പങ്ങളിൽ നിൻ മന്ദസ്മിത കാന്തി നിൻമിഴികളിന്നേ ശംഖു പുഷ്പങ്ങളിൽ നിന്മൈ ശോഭകളിന്ദ്രനീലമുകിലിൽ പട്ടാട പൊൻവേലിലും കണ്ണാവേറൊരു പുണ്യമെന്തു മിഴികൾക്കെങ്ങും ഭവദർശനം. കണ്ണനെ കണി കാണാൻ കണ്ണന്റെ കളി കാണാൻ കണ്ണട ചുറങ്ങീണം നിന്മലർ കണ്ണട ചുറങ്ങീണം. കണ്ണനെ കണി കാണാൻ കണ്ണന്റെ കളി കാണാൻ കണ്ണട ചുറങ്ങീണം നിന്മലർ കണ്ണട ചുറങ്ങീണം. കണ്ണട ചുറങ്ങുമ്പോൾ കള്ളനടുത്തു വന്നു കിന്നാരം പറയുന്നുണ്ടോ? കണ്ണട ചുറങ്ങുമ്പോൾ കള്ളനടുത്തു വന്നു കിന്നാരം പറയുന്നുണ്ടോ? അവൻ കണ്ണഞ്ചും ചിരിയുടെ കള്ളത്താക്കോല് കൊണ്ട് കരളിൻ്റെ കലവറ തുറക്കുന്നുണ്ടോ? കണ്ണഞ്ചും ചിരിയുടെ കള്ളത്താക്കോല് കൊണ്ട് കരളിൻ്റെ കലവറ തുറക്കുന്നുണ്ടോ? കണ്ണനെ കണി കാണാൻ കണ്ണൻ്റെ കളി കാണാൻ കണ്ണട ചുറങ്ങീണം നിന്മലർ കണ്ണട ചുറങ്ങീണം.
ചെപ്പെടുത്തു കൈവിരൽ തുമ്പു നീട്ടി സിന്ദൂരമണിയുന്നുണ്ടോ? കണ്ണാടി ചെപ്പെടുത്തു കൈവിരൽ തുമ്പു നീട്ടി സിന്ദൂരമണിയുന്നുണ്ടോ? അവൻ കൽക്കണ്ടം ചേർത്തു വച്ച കാച്ചിയ പാലെടുത്ത് ഇരുമിഴിയറിയാതെ കുടിക്കുന്നുണ്ടോ? കൽക്കണ്ടം ചേർത്തു വച്ച കാച്ചിയ പാലെടുത്ത് ഇരുമിഴിയറിയാതെ കുടിക്കുന്നുണ്ടോ? കണ്ണനെ കണി കാണാൻ കണ്ണന്റെ കളി കാണാൻ കണ്ണടച്ചുറങ്ങീണം നിന്മലർ കണ്ണടച്ചുറങ്ങീണം കണ്ണാ